വിദ്യാർത്ഥികളെ ഉദാരതകളിലേക്കും മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെയും നന്മകളുടെ വ്യാപനത്തിലേക്കുമൊക്കെ തന്നെ ബഹുസ്വരതയിലേക്കും സഹിഷ്ണുതയുടെയും ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ശൈലികളാണ് വിദ്യാർത്ഥി സംഘടനകൾ അവലംബിക്കേണ്ടത്, പകരേണ്ടത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സമാധാന അന്തരീക്ഷം തകർത്ത മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളെ നിലയ്ക്ക് നിർത്താനായി രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. അതിൽ SFI ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കൂട്ടുത്തരവാദിത്വം CPM-നും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരിനും തന്നെയാണ്. കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെടണമെന്നാണ് അൽമായ ഫോറം കൂടി ആവശ്യപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, പലയിടത്തും ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് SFI തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന രീതിയിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ നിർമ്മല കോളേജിലെ ഈ വിഷയവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ആണ് ഇതിനെ ശക്തമായി തന്നെ എതിർത്തതും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചതും. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂം ഉപരോധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇത് പലതരത്തിലുള്ള മുൻകാല സംഭവങ്ങളെയൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ അദ്ദേഹത്തിന് ഉറപ്പാക്കണമെന്നാണ് എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജിതിൻ കെ ജേക്കബ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SFIയും MSFും ചേർന്നുകൊണ്ട് നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച വാർത്ത പതിവ് പോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചുവെച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടി മാറ്റിയത് എന്ന് ഓർക്കണം. അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു. അന്നത്തേതിൻ്റെ 10 മടങ്ങ് പിന്തുണയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ കിട്ടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നത് എന്നുള്ള ചോദ്യവും അദ്ദേഹം അവശേഷിപ്പിക്കുന്നു. തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ അന്ന് കൈവെട്ടിയത് എന്ന് ഓർക്കണം. അന്നും ഇവർക്കൊപ്പം തന്നെയായിരുന്നു ഭരണകൂടവും മാധ്യമങ്ങളും മുഴുവനും. അന്നത്തേതിൻ്റെ 10 മടങ്ങ് പിന്തുണ ഇപ്പോൾ കേരളത്തിൽ അവർക്ക് ലഭിക്കുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കും. ക്ലാസ് മുറിയിൽ മുസ്ലിം വിദ്യാർത്ഥികളെ നിസ്കരിക്കാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം MSF SFI വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച് കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറിയിൽ നിസ്കരിച്ച ഒരു സംഭവമുണ്ടായി. ഇത് ശരിയല്ല എന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടി. അതോടെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുദ്രാവാക്യം വിളികളും മറ്റുമായി സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ചൂടുള്ള ചർച്ചയായി മാറിയത്. കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യം ഉന്നയിച്ചെത്തിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചായിരുന്നു അവിടെ ഉപരോധിച്ചത്. കോളേജിന് സമീപത്ത് തന്നെയുള്ള ഹോസ്റ്റലിൽ പോയി നിസ്കരിക്കാനോ അല്ലെങ്കിൽ മസ്ജിദിൽ പോകാനോ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ട്. അധ്യാപകർ അത് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് കൃത്യമായി കോളേജിൽ വെച്ച് തന്നെ നിസ്കരിക്കണമെന്നുള്ള ബാലിശമായ ബലംപിടുത്തമാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യവും ഈ പ്രശ്നത്തിനൊക്കെ തന്നെ തുടക്കവും.